പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറേഞ്ചിൻ്റെ ആൾക്കാർ ഒക്കെ ഇപ്പോൾ ഉറക്കം വെടിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നട്ടപ്പാതിരക്കൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് വന്നിട്ട് 7-8 മിനിറ്റുള്ള വോയിസ് ഒക്കെ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഇതിന് ആധാരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൂം വക്കീൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനി എന്തിനാണ് പൂട്ടിയിരിക്കുന്നത്? കമ്പനി പൂട്ടേണ്ട ഒരു കാര്യമില്ല. കേസിൻ്റെ വഴിക്ക്, കമ്പനീൻ്റെ വഴിക്ക്. അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് കമ്പനി തുറക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നൊക്കെ ഒരു സൂം വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവസാനത്തെ സൂമാണോ അതിൻ്റെ ആദ്യത്തെ സൂമാണോ എന്നറിയില്ല. പിന്നെ സൂം വക്കീലിനെ നമ്മൾ കാണാറില്ല. അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഓരോ കോമഡി ആയിരുന്നു. സൂം വക്കീൽ വന്നിരുന്നു, ചില കാര്യങ്ങളൊക്കെ പറയുന്നു. സൂം വക്കീലിനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് സൂം വക്കീലിനെ അറിയിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോടതി ഉണ്ടെങ്കിൽ സൂം വക്കീൽ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഒന്നും കേൾക്കുന്നില്ല, എനിക്കിടെ ഒന്നും കേൾക്കുന്നില്ല, എന്താ അവിടെ നടക്കുന്നത്, ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൂം വക്കീലിനെ അത്ര മോശക്കാരാകേണ്ട. സൂം വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ സൂം വക്കീൽ വേറെ ഒരു ജൂനിയർ വക്കീലിനോട് പറഞ്ഞ്, നമ്മുടെ സെഷൻസ് കോടതിയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഷട്ടർ തുറന്നിട്ട് ആ ഡാറ്റ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആർക്കാണ് എത്രയാണ് പൈസ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കമ്പനിക്ക് അറിയായിരുന്നു. ഇപ്പം കമ്പനിക്ക് ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, ആരാണ് കൂടുതൽ വാങ്ങിയത് എന്നൊന്നും നമുക്കറിയില്ല. ആ ഷട്ടർ ഒന്ന് പൊന്തിച്ച് തരണം, ആ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ആക്കി തരണം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ് സെഷൻസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെഷൻസ് കോടതിയിൽ 2 സിറ്റിംഗ് കഴിഞ്ഞു. ഡിസംബർ 12-ാം തീയതി കൊടുത്തു. 17-നും 18-നും ഒക്കെ സിറ്റിംഗ് നടന്നു. ഇനിയുള്ള സിറ്റിംഗ് എന്ന് പറയുന്നത് ജനുവരി മാസം 26-ാം തീയതിയോ 28-ാം തീയതിയോ ഒക്കെയാണ്. അപ്പോൾ ഇതിൽ കമ്പനിയുടെ സെക്രട്ടറിയായ ബിനീഷാണ് ഇതിൻ്റെ കേസ് കൊടുത്തിരിക്കുന്നത്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് ഇതിൽ ബിനീഷ് കുമാർ വേഴ്സസ്. ഒന്നാമത്തെ റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് കോമ്പറ്റൻ്റ് അതോറിറ്റി ട്രിവാൻഡ്രം ആണ്. രണ്ടാമത്തത് തട്ടിപ്പ് കമ്പനിയായ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിയാണ്. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത്, ആരും ഞെട്ടരുത്, നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. അപ്പോൾ ഇവർക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയൊക്കെ എതിർകക്ഷിയാക്കി സൊസൈറ്റി കളിക്കുന്നത് എമ്മാതിരി കളിയാണ് എന്ന് നമുക്കറിയില്ല. സൊസൈറ്റി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ഈ കോമ്പറ്റൻ്റ് അതോറിറ്റീനെയൊക്കെ വെല്ലുവിളിക്കാൻ ആയോ എന്ന് ഒന്ന് സൊസൈറ്റിയുടെ ഏതെങ്കിലും അരബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നിങ്ങളുടെ കൂടുതൽ കുരുക്കിലേക്കാണ് കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇതിൻ്റെ എന്താണ് നമ്മൾ പറയുന്നത്, തൃശ്ശൂർ കലക്ടറെയോ അല്ലെങ്കിൽ ഇവരുടെ കമ്പനി പൂട്ടിയ ക്രൈം ബ്രാഞ്ചിനെയോ ഒന്നും തന്നെ കക്ഷിയാക്കിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ പ്രെയർ എന്ന് പറയുന്നത്, ഇവരുടെ ഡാറ്റകൾ എല്ലാം തന്നെ ഇപ്പം 2 വർഷമായിട്ട് കമ്പ്യൂട്ടറൊക്കെ ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡാറ്റകളൊക്കെ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നാണ് ഒന്നാമത്തെ പ്രെയർ. രണ്ടാമത്തെ പ്രെയർ എന്ന് പറയുന്നത്, ഈ ഡാറ്റകളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മാത്രം പോരാ, അതൊക്കെ സൊസൈറ്റിക്ക് കൈമാറുകയും വേണം എന്നാണ് പറയുന്നത്. സൊസൈറ്റി ആരാണാവോ ഇത്രയും ആൾക്കാരുടെ ഡാറ്റയൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇത് ഡാറ്റ കൈമാറ്റോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഡാറ്റ എടുത്ത് വല്ല MLM കമ്പനിക്കോ ക്രിപ്റ്റോ കമ്പനിക്കോ പിന്നെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല. അപ്പോൾ ഇവർ എല്ലാവരുടെയും ഡാറ്റ ഹാർഡ് ഡിസ്കിലൊക്കെ ആക്കിയിട്ട് ഇവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, കമ്പനി തുറക്കുന്നത് വരെ ഈ ഡാറ്റ കോമ്പറ്റൻ്റ് അതോറിറ്റിയും സൂക്ഷിക്കണം എന്നും പറയുന്നുണ്ട്. നാലാമത്തത്, നിങ്ങൾക്ക് ഇതിനനുസരിച്ചിട്ട് എന്ത് ഓർഡറും ഇടാനുള്ള അപേക്ഷയും സൊസൈറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇവരോട് പറയാനുള്ളത്, ഈ ഡാറ്റയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ക്രൈംബ്രാഞ്ച് നിങ്ങളുടെ ഹാർഡ് ഡിസ്കും കമ്പ്യൂട്ടറും എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹാർഡ് ഡിസ്കും ഒക്കെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എപ്പോൾ പോയി കഴിഞ്ഞാലും അത് നിങ്ങളെ ഡീറ്റെയിൽസ് HRID ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടുന്ന് ഡാറ്റ നിങ്ങൾക്ക് എടുത്തു തരും. എത്രയാളാണ്, ആരൊക്കെയാണ്, ഇത്ര പൈസയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ
ക്രൈംബ്രാഞ്ച് നിങ്ങൾക്ക് നോക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ക്രൈംബ്രാഞ്ച് പിന്നെ നിങ്ങളുടെ ബോണ്ടുകളൊക്കെ ജിപ്രാൻ്റെ കാമേഷിൻ്റെ സഹായത്തോടു കൂടി അതൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇത് ഒന്നുമില്ലാണ്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ വളരെ ഭദ്രമാണ്. അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് നടത്തി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ വേവലാതിപ്പെടേണ്ട. നിങ്ങൾ സേവ് ഹൈ റിച്ച് ഫോറവും സൊസൈറ്റിയും തമ്മിൽ ഇതിൻ്റെ പേരിൽ ഒരു തർക്കം ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ കൂടി വളരെ അങ്ങനെ ഡാറ്റ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡാറ്റ പിന്നെ സൊസൈറ്റിക്ക് കൈമാറണം എന്നൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ മാറ്റാൻ തയ്യാറാണ് എന്നാണ് ഇപ്പം അവസാനം ഇന്നലെ നട്ടപ്പാതിരക്ക് ഭാര്യയ്ക്ക് എണീച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതോടുകൂടി ചത്ത ഗ്രൂപ്പുകളെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഡാറ്റ നമ്മൾ കേസ് കൊടുക്കും, നമ്മൾ എന്തിനാണ് അവനോ ആ ഡാറ്റ എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വാളെടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതിനുശേഷം എല്ലാവരും തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനും കൂടി പോകേണ്ട പുറപ്പാടിലാണ്. അപ്പോൾ 3100 കോടി തട്ടിച്ച ഒരു കമ്പനിയുടെ ആൾക്കാർ ഇപ്പം കമ്പനിക്ക് വേണ്ടിയിട്ടല്ല ഇപ്പം നമ്മുടെ ആൾക്കാർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത്. ഇവർ എങ്ങനെയെങ്കിലും നമുക്ക് ആ ഇട്ട പൈസ തരാൻ വേണ്ടിയിട്ടാണ്. ഇട്ട പൈസ തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കോമ്പറ്റന്റ് അതോറിറ്റി ഒരു ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ആ സമയത്ത് നീയൊക്കെ പറഞ്ഞത് നമ്മൾ ക്ലെയിം പെറ്റീഷനല്ല കൊടുക്കേണ്ടത്, നമ്മൾ നിവേദനമാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത്. നമ്മൾ കമ്പനിയാണ് തുറക്കേണ്ടത്, അല്ലാണ്ട് ഈ 230 കോടി രൂപ ആർക്ക് ഉണ്ട്? നമ്മൾ കമ്പനി തുറന്നാൽ നമുക്ക് 3 ഇരട്ടിയും 10 ഇരട്ടിയും കിട്ടും. അതുകൊണ്ട് നമ്മൾ കമ്പനി തുറക്കാൻ വേണ്ടിയിട്ടുള്ള നിവേദനമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ഉള്ള അവസരവും നിൻ്റെയൊക്കെ അവസരവും കളഞ്ഞിട്ട് ഇപ്പം പിന്നെയും നീ മുഖ്യമന്ത്രിയെ കാണണം, MLA കാണണം, മന്ത്രിയെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വൈകി വന്ന ബുദ്ധിയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്കേ പോവുള്ളൂ. എന്തായാലും ഈ കേസ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും. ഇനിയിപ്പോൾ സെഷൻസ് കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയോട് പറയും 2 സിറ്റിങ് മാറ്റിവെക്കാൻ പറയും. ഇവിടെ സെഷൻസ് കോടതി പോയിട്ട് പറയും നമ്മൾ പിന്നെ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ അപ്പീൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സെഷൻസ് കോടതിയിലും നീട്ടിവെക്കാൻ പറയും. ഈടെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ആടെ നീട്ടി വെക്കാൻ പറയും, ആടെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഈടെ നീട്ടി വെക്കാൻ പറയും. അങ്ങനെ ഇവർ നീട്ടി കാണിക്കും. അപ്പോൾ ഇവർക്ക് എന്തായാലും പൂഴ്ത്തി വെച്ച ഒരുപാട് പൈസ ഇപ്പോഴും കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഇവർക്ക് ഇനിയും വേണമെങ്കിൽ ഒരു 10 കൊല്ലം കേസ് നീട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ വെറും 1000 1500 ആൾ മാത്രമാണ് ഇപ്പോൾ ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അവരും ഒരു 2-3 മാസം കഴിയുമ്പം അത് പകുതിയായി പോവും. പിന്നെ ഒരു 100-150 ആൾക്കാർ മാത്രമേ ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ കമ്പനിക്കും കോടികളുണ്ടാക്കിയ ലീഡർമാർക്കും ഒക്കെ നല്ല സുഖമായി അവരുണ്ടാക്കിയ പണം, അവരുണ്ടാക്കിയ സ്വത്ത് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കും. ഇതാണ് ശ്രീനാഥ് പ്രതാപൻ കാണുന്ന, അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ മുതലാളിമാർ സൊസൈറ്റി കാണുന്ന സ്വപ്നം.